ഇതെന്റെ ഭാര്യ, സ്വന്തം ഭാര്യ, അതെന്റെ ബുർജില. ഇതാ ബുഖാത്തിറിന്റെ മുട്ടത്തലല്ല, അതിന്റെ മേലെ നോക്കുന്നത് പ്രോൺസ്. അതാണ് അതിന്റെ ഓണർ. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മിണ്ടി അവള് കുറച്ച് നേരത്തെ മുതലേ ഒരു മൗനവ്രതത്തിലായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോ ഇപ്പൊ സംസാരിച്ചവള് ഇപ്പൊ വായ മൊഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്റെ ഗ്ലാസ് ശ്രദ്ധിച്ചു ആവോ? So Arun got his new aviators, the classic aviators. കുറെ നാളത്തെ കാത്തിരിപ്പല്ല, ആഗ്രഹമായിരുന്നു. അതപ്പോൾ മേടിക്കാം എന്ന് കരുതി അങ്ങനെ മേടിച്ചു. കാരണം കൂളിംഗ് ഗ്ലാസ് മേടിക്കുമ്പോൾ എനിക്കുള്ളൊരു വലിയ ഇഷ്യൂ എന്താണെന്ന്, ഞാൻ പെർമനൻ്റ് ആയിട്ട് ഗ്ലാസ് വെക്കുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യണം. ഗ്ലാസ് മീൻസ് അതിൻ്റെ പവർ ഗ്ലാസ് യൂസ് ചെയ്യണം. അപ്പോൾ കൂളിംഗ് ഗ്ലാസ്സുകൾ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ACB പവർ ചെയ്യിച്ചിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റെയ്ബൻ മേടിച്ച് റെയ്ബൻ്റെ ഗ്ലാസ് മാറ്റി ഫ്രെയിം മാത്രം യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. എന്നെ പോലെ ഗ്ലാസ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് തന്നെ ആവുമെന്ന് അറിയാം. ബട്ട് ഐ എം ജസ്റ്റ് ഷെയറിങ്. യെസ്, സോ ഇറ്റ്സ് എ സൺഡേ. അങ്ങനെ ഞങ്ങൾ ചർച്ച് സർവീസ് ഒക്കെ കഴിഞ്ഞു. നേരത്തെ മുഴുവൻ കുർബാനയ്ക്ക് അങ്ങോട്ട് പങ്കെടുത്തു. കുറെ നാൾ കഴിഞ്ഞ് നമ്മളെപ്പോ കുർബാനയ്ക്ക് പോയാലും മുഴുവൻ കുർബാനയ്ക്ക് എന്താ? ഐ എം ടെല്ലിങ് യു ദ ട്രൂത്ത്. ഞാൻ നുണ പറയുന്ന ആള്. അപ്പം ഞങ്ങള് പള്ളിയിലൊക്കെ പോയി വന്നു. വന്നിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളൊന്ന് ദുബായ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. ലഞ്ച് ഞങ്ങൾ വിചാരിച്ചു വൺ ഓഫ് ദി ഫേമസ് റെസ്റ്റോറന്റ്, സീ ഫുഡ് റെസ്റ്റോറന്റ് ബുഖാത്തിർ അല്ലേ, ഇൻ ദുബായ്, ജുമേറ. വൺ ഓഫ് ദി ലീഡിംഗ് അല്ല, വൺ ഓഫ് ദി ഫേമസ് ആണ് കേട്ടോ. ഫേമസ് ആൻഡ് വെരി ഓൾഡ് റെസ്റ്റോറന്റ്. ഭയങ്കര 1970s ലങ്ങാണ്ട് തുടങ്ങിയത് അത്. അങ്ങനെ എന്തോ ഒരു ആസ് എ സ്മോൾ ഷോപ്പ്, ആസ് എ സ്മോൾ റെസ്റ്റോറന്റ് ബേസിക്കലി. സോ അതിപ്പോ ഒരു ഫേമസ് ആൻഡ് ലാൻഡ്മാർക്ക് പോലെയായി അത്. വലിയ റെസ്റ്റോറന്റ്, വലുതെന്നല്ല, ഫേമസ് ആണ്. നോർമൽ ഒരു സീറ്റിംഗ് ഏരിയാസ് ആ, ബട്ട് സ്റ്റിൽ ദ ഫുഡ് ഓവർ ദേർ ഇസ് വെരി ഫേമസ് ആൻഡ് ദേ ഹാവ് വെരി ലിമിറ്റഡ് മെനു ഓപ്ഷൻസ് ഓൾസോ. അവർക്ക് എനിക്ക് തോന്നുന്നത് ബേസിക്കലി ഒരു മെയിൻ ഫിഷ് ഫ്രൈകളാണ്. പിന്നെ മീൽസ് എന്ന് പറയുന്നത് അത് ഐ ഡോണ്ട് നോ എക്സാക്ട്ലി. അവിടെ പോയാലേ നമുക്ക് അറിയുള്ളൂ ഏതൊക്കെ വെറൈറ്റി ഫിഷുകളാണ് ഉള്ളത് എന്ന് അവൈലബിൾ. പിന്നെ അവര് മെയിൻ മീൽസിലുള്ളത് റൈസും നമ്മുടെ ഒരു നാടൻ മീൻകറി ഉണ്ട്, മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മീൻകറി ഉണ്ട്. അതാണ് അവരുടെ മെയിൻ. But the menu is very limited. I think the meals are the most famous, common അവിടെ ആൾക്കാർ ഓർഡർ ചെയ്യുന്ന അവിടുത്തെ മീൽസ് ആണ്. So in which we get rice, the fish curry and one fish fry of the fish that we want to choose, right? No, mealsന്റെ ഒപ്പം വരുന്ന ഫിഷ് ഫ്രൈ നോർമൽ ആണ്. എനിക്ക് ഷേരി എന്ന് പറഞ്ഞ ഫിഷ് ആണെന്ന് തോന്നുന്നു അതില് കോമൺ ആയിട്ട് കൊടുക്കുക. അത് കൂടാതെ നമുക്ക് we have option to choose if you need to select, you have options, maybe 4-5 varieties. നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ പോകുന്നത് we will go for prawns അല്ലെ, പ്രോൺസ് ഫ്രൈയും നോർമൽ അതിന്റെ ഷേരി അതിന്റെ ഒപ്പം കോംപ്ലിമെന്ററി കിട്ടും. Right. So we are planning to reach there early so that അവിടെ നല്ല റഷ് യൂഷ്വലി കാണാറുണ്ട് അല്ലേ. ഫോറിനേഴ്സും ലോക്കൽസും എല്ലാവരും ക്രൗഡ്. 3 o'clock എനിക്ക് തോന്നുന്നു 3 o'clock വരെ റഷാണ്. കാരണം ഞങ്ങള് പല പ്രാവശ്യം ദുബായി പോകുമ്പോ, ഞാൻ ജോലി റിലേറ്റഡ് ആയി പോകുന്ന നേരത്തൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് ലഞ്ച് കഴിക്കാറുണ്ട്. അപ്പൊ അന്നേരം എല്ലാം തിരക്കുണ്ടാവും. പാർക്കിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാനും ഒരു വട്ടം പോയിട്ടുണ്ട്. We have been there once and it's near the sea area, right? It's near the harbor area, so they get fresh fish from there and then cook and give it to us. So that's the main thing, exactly. Which makes them famous. Fresh ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ അവര് മീൻ പിടുത്തക്കാരെന്ന് പിടിച്ചിട്ട് എടുക്കുന്നത്, അല്ലാണ്ട് കച്ചവടക്കാരെന്നല്ല അവര് പറയുന്നത്. കച്ചവടക്കാരെന്നല്ല, മീൻ പിടുത്തക്കാരെന്ന് മേടിക്കുന്നത്. ഇറ്റ് മീൻസ് ഇറ്റ്സ് ഫ്രഷ്. ഐസ് ഇടുന്നില്ല എന്ന് തോന്നുന്നു, അതാവും അതിന്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. I think that's what made them famous and special, because of which they are sustaining till now, right? And the പ്രൈസും കമ്പാരിറ്റീവ്ലി മീൽസിന് എനിക്ക് തോന്നുന്നത് 10 or 15 അങ്ങനെ എന്തോ ഒരു ഇതാണ്. ആ റേറ്റിന് ജുമേറ ആ ഒരു ഏരിയയില് അങ്ങനെ ഒരു ഫുഡ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. അപ്പൊ people from Qatar and various other places, they come to have food from this particular place. Exactly. Right, far away places. So ഇന്നത്തെ ടാസ്ക് അതാണ്, to have lunch from Bukathir. So that's the plan as of now. We are heading
ടുവേർഡ്സ് ബുഖാത്തിർ. ജുമേറ. So ജുമേറ, let's see. ബുഖാത്തിർ അല്ല. ഗൈസ്, നിങ്ങൾക്ക് ഞാൻ മിസ്റ്റർ ബീൻ്റെ കാർ കാണിച്ചു തരാം. ആണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ പോകുന്ന കാറാണ് മിസ്റ്റർ ബീൻ്റെ കാർ. സച്ച് മേ യാർ? That's so cute. ചെറിയൊരു ബേബി കാർ. This is the same yaar, just the color. Mr. Bean's car green ആയിരുന്നു. This is blue, but this is so cute. Nice. The This location. is Bukhatir. Bukhatir location. ഉള്ളിൽ പാർക്കിംഗ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആഹാ, ഇറ്റ്സ് ക്രൗഡ്. Definitely, it's lunch time. പാർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഔട്ട്സൈഡ് പെയ്ഡ് പാർക്കിംഗ് ഉണ്ട്, നമ്മൾ അതിലേക്ക് പോവാം. Yes, don't waste your time. Finally, we got it. Far Almost 2 kilometers away. ഇങ്ങനെ ഇനി നടത്താണ്, ഇനി ഫുള്ള് നടത്താൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നടത്താൻ കാണിക്കാം. കുറച്ച് ലെങ്തി ആയിക്കോട്ടെ. അതാ പറഞ്ഞു, ഞങ്ങൾ ഓൾമോസ്റ്റ് 2 കിലോമീറ്റർ അകലെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. 2 കിലോമീറ്റർ നിങ്ങളും ഞങ്ങളുടെ കൂടെ വരിക, ആസ്വദിക്കൂ, എൻജോയ് എൻജോയ്. ദ ബുർജ് അൽ അറബ്. That is Burj Al Arab. ഇതാണ് ജുമേറ ബീച്ച്. ജുമേറ ബീച്ചിന് നല്ലൊരു ബുർജ് അൽ അറബ് വ്യൂ ഉണ്ടാവും. പിന്നെ അവിടെ നമ്മൾ നേരെ കാണുന്ന സ്ഥലത്ത് സൺബാത്ത് എടുക്കാൻ പറ്റിയ ഏരിയയാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ സൺബാത്ത് എടുക്കേണ്ടി വരില്ല. ഈ നടത്തം കൊണ്ട് നമുക്ക് സൺബാത്ത് വേറെ എടുക്കേണ്ടി വരില്ല. നമ്മൾ സൺബാത്ത് എടുത്ത പോലെ ആയിക്കോളൂ. We can see a lot of Europeans ഇവിടെ അല്ലയോ? കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓൾറെഡി സൺബാത്ത് ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ് ജുമേറ ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല രസമുള്ള ഏരിയ. എന്തായാലും ഇപ്പൊ തൽക്കാലം ഒരു ചേർന്നായിട്ട് നടക്കാം. ബുഖാത്തിർ ലക്ഷ്യമിട്ട് എത്താം. വണ്ടി ലോക്ക് ചെയ്തില്ലേ? ചെയ്തോ കണ്ടോ? കൺഫ്യൂഷൻ क्या करे? So while Arun just went to check whether he locked the car or not, let me show you around here the area. So this is the beach area. It's really beautiful, you know. This is a walkway. These palm trees. We are walking towards the restaurant over there. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. And there is he coming. ചെയ്തായിരുന്നോ ലോക്ക് ആയിരുന്നു ഗൈസ്, ആയിരുന്നു. സോറി, കൺഫ്യൂഷൻ എനിക്ക് തന്നെ. ആസ് ഓൾവേസ് ഞാൻ പറഞ്ഞില്ലേ, ലോക്ക് ചെയ്താലും വിൽ ബി റിയലി കൺഫ്യൂസ്ഡ്. ആൾറെഡി ഞാനത് ലോക്ക് ചെയ്യാതെ നടന്ന് വല്ലൊരു സാധനം എൻ്റെ ബാഗ് ഉണ്ടല്ലോ. താങ്ക് യു മിസ്റ്റർ ഹസ്ബൻഡ്. വാട്ട് ആർ യു ഡൂയിങ്? ലൈസ് കഴിഞ്ഞു, കെട്ടുന്നു. ഒന്ന് പെട്ടെന്ന് വരാമോ? നല്ല വിശപ്പായി. അവിടെ ചെന്നാൽ പെട്ടെന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ചെന്നാലും നല്ല സമയം എടുക്കും ഓർഡർ ചെയ്യാൻ. നല്ല ഭക്ഷണം കഴിക്കാൻ എപ്പോഴും വെയിറ്റ് ചെയ്യണം എന്നല്ലേ കാരണന്മാര് പറഞ്ഞിട്ടുള്ള? ഏത് കാരണന്മാര്? ആരുടെയോ കാരണന്മാര്. എന്നാലും അവിടെ നടന്നു. നമുക്ക് അറ്റത്താണ് ബുഖാത്തിർ വരുന്നത്. പിന്നെ ഇവിടെ നല്ല ചിക്സ് ഒക്കെ ഉണ്ട്. ഫുൾ ചിക്സ്. എന്നൊരു സന്തോഷം നോക്കിയേ, ചിക്സിനെ കണ്ട സന്തോഷം. അങ്ങനെ നടന്ന് നമ്മുടെ ബുഖാത്തിറിന്റെ പാർക്കിംഗ് സ്പേസിലേക്ക് എത്തി. കുറച്ച് ദിവസം നടക്കേണ്ടി വന്നുള്ളൂ അല്ലേ? കുറച്ച് നമ്മളിങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് നല്ല പാട്ടും പാടി നടന്നു വന്നപ്പോ ചിക്സിനൊക്കെ കണ്ട് ഞാൻ നോക്കാറില്ല, ഇവിടെ നോക്കി. അങ്ങനെ ഇനി ബുഖാത്തിറിൽ കയറാം. അത് കഴിഞ്ഞ് അവിടുത്തെ വെയിറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം, തിരക്കും കാര്യങ്ങളും. This is the front area. It's not too big. Means അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്തില്ല ഇവിടെ വന്ന ഒരു വലിയ റെസ്റ്റോറന്റ്. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ വരുന്നവരും കേറുന്നവരും കാണുന്നവരും ഉണ്ടാവും. അല്ല, ചില റെസ്റ്റോറന്റ്സ് ഉണ്ടല്ലോ നമ്മൾ കാണുമ്പോൾ ഇത് മൗത്ത് പബ്ലിസിറ്റി ആണ് അവർക്ക്. ഇതാ ബുഖാത്തിറിന്റെ മുട്ടത്തല അതിന്റെ മേലെ നോക്കുന്നത്. ഇതാണ് അവരുടെ ഫസ്റ്റത്തെ ഷോപ്പ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ലൈനിലെത്തി. ഇവിടെ നമ്മൾ ഓർഡർ കൊടുക്കണം. ലക്കിലി അത്ര ആളില്ല ലൈനിൽ, ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ ഓൾറെഡി ഈ ലൈനിൽ നിന്ന് നമുക്ക് എന്താണ് എടുക്കേണ്ടത് അതുകൂടെ ഓർഡർ കൊടുക്കണം. സ്ഥലം പിടിച്ചു, സീറ്റ് കിട്ടി. നമ്മൾ ഔട്ട്സൈഡ് സീറ്റിംഗ് ചൂസ് ചെയ്തത്. അപ്പൊ ഞങ്ങള് എത്തി. പല വെറൈറ്റി ഫിഷുകളുണ്ട് ഇവിടെ. ഇങ്ങനെ എല്ലാം ഇവിടെ 1 by 1 ആയിട്ട് പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ ആൾ ബിസിയാണ്. നമ്മൾ പറയുന്ന മീൻ എടുത്തിട്ട് ഇവർ മെഷർ ചെയ്തിട്ട് നമുക്ക് തരും. കണ്ടോ, നമ്മുടെ ചെമ്മീൻ, പ്രോൺസ് കുറച്ച് മതി, 2 ആൾക്ക്.
ആ കുറച്ചും കൂടി അത് മതി 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 ചേച്ചി. പിന്നെ ഇതെങ്ങനെയാ കിലോ? കിലോ 75 അല്ലേ? ഇത് വേണോ? രണ്ടാൾക്ക് ഓവറാവും. ഓവറാവും. വേണ്ടക്ക പ്രോൺസും 2 മീൽസും കേട്ടോ. സോ ഞങ്ങൾ ഓർഡർ കൊടുത്തു. പ്രോൺസും ഫിഷ് ഫ്രൈയും. ഫിഷ് ഫ്രൈ ഓൾറെഡി മീൽസിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഓൾറെഡി അത് സെറ്റ് ഞങ്ങൾ ഓർഡർ ഇട്ടു. 78 ദിർഹം. പ്രോൺസ് എടുത്തു 300 ഗ്രാം, 300 ഗ്രാം വന്നത് മീൽസിനാ, അപ്പോൾ അത് തന്നെ കിട്ടി. 2 മീൽസ് പിന്നെ പ്രോൺസ് അത് തന്നെയല്ലോ. And with the meals we have rice, ചിക്കൻ fish restaurant ഫിഷ് ഉണ്ടാവും, 2 ഫിഷ് ഫ്രൈ ഉണ്ടാവും. പിന്നെ ആ കറി അതിന്റെ ഒരു മീൻ കറി ഉണ്ടല്ലോ, നമ്മുടെ ഒരു എന്ത് കറി എന്നാ ഫിഷ് പറയാ, കറി ഐ ഗസ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു കറി, അത് ഉണ്ടാവും. ഒപ്പം നമ്മുടെ ഓർഡർ ഇട്ട ചെമ്മീൻ, പ്രോൺസ്, ചെമ്മീൻ പൊരിയും നമ്മള്. അവര് പൊരിച്ചോളും, അവര് പൊരിച്ചു തരും, നമ്മൾ പൊരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു പഞ്ചിന് ഓരോന്ന് പറയുമ്പോ നീ അത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബുഖാത്തിറിന്റെ ഉൾവശം അങ്ങനെ കയറി വന്ന് ഇവിടെ നമുക്ക് അവിടെ ഓർഡർ കൊടുക്കുന്ന സ്ഥലം നേരെ കാണുന്നത്. അവിടെ വാഷ്, ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. ഇത് ക്യാഷ് കൗണ്ടർ. അങ്ങനെ അതാണ് അതിൻ്റെ ഓണർ. ഇനി നമ്മളിങ്ങനെ കടന്ന് പുറത്തേക്ക് വന്നു, ഞങ്ങൾക്ക് ഇവിടെ സീറ്റ് കിട്ടും. സോ അതാണ് ബുഖാത്തിറിൻ്റെ ഉൾവശം നമ്മൾ കണ്ടത്. കണ്ടോ? അപ്പോൾ ഒരു സാമാന്യം തിരക്കായിക്കൊണ്ട് ഇരിക്കുന്നു. ആവുന്നുണ്ട് മമ്മ അവിടെ. ഓൾറെഡി ആളുകൾ ഇങ്ങനെ നിറഞ്ഞു വരുന്നു. അവിടെ ക്യൂ ലംബയായി വരുന്നുണ്ട് ആൾക്കാർ. സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്ര നേരത്തെ എത്തുന്നോ അത്രയും ഈസി ആവും നമുക്ക്. ഇവിടെ ആലോചിച്ചിരിക്കണം മീൻ എങ്ങനെ വറക്കണേന്ന് ആലോചിക്കാം. നല്ല സ്മെല്ല് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഫുൾ സീ ഫുഡിന്റെ സ്മെല്ലായിരിക്കും. മീൻ വറക്കണ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർ ആരുള്ളത്? ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ഇവിടെ കാർഡ് എടുക്കില്ല. കാർഡ് എടുക്കുന്ന സിസ്റ്റം ഇല്ല. നമ്മൾ ക്യാഷ് തന്നെ വേണം. നമ്മൾ ആദ്യം അകത്ത് കയറി ക്യൂ നിന്ന് ഫിഷ് സെലക്ട് ചെയ്യണം. ഫിഷ് സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെയാണ് പേയ്മെൻറ്റ് ചെയ്യുക. ഫിഷ് സെലക്ട് ചെയ്തില്ലാന്ന് വെച്ചാൽ മീൽസിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക. മീൽസും ഫിഷും എല്ലാം അവിടെ ഉള്ളിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കൗണ്ടർ ഇവിടെ ടേബിളിൽ വന്നിരിക്കാൻ. ഞങ്ങളുടെ ഫുഡ് അങ്ങനെ എത്തി. യെസ്, നമ്മുടെ റൈസ് എല്ലാം സെറ്റായി അല്ലേ? ചെമ്മീൻ, സലാഡ്, താങ്ക് യു. ഇത് ഫിഷ് ഫ്രൈ കോംപ്ലിമെൻ്ററി, റൈസ്. ഇനി കറി വരുന്നുണ്ട്. കറി ദി മെയിൻ പാർട്ട് ഓഫ് ദ മീൽസ്, കറി. ഇതാണ് നമ്മുടെ, ഇത് ഡാലാണ് അല്ലേ? ഇത് ഫിഷ് കറി, ചെമ്മീൻ. ഇതെന്താ മീൻ? ശരി. നമ്മുടെ പേര് അൻഫാസ്, ഫ്രം പട്ടാമ്പി. ഇതാ അപ്പോൾ നമ്മുടെ പട്ടാമ്പിക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. ഇതാ അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആദ്യം മോമോ. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ലൈക്ക് റൈസ് ക്വാണ്ടിറ്റി കൂടുതൽ. എനിക്ക് നമുക്ക് രണ്ടാളെ കൊണ്ട് ഒരെണ്ണം മതിയായിരുന്നു തോന്നുന്നു. ഒരെണ്ണം ഷെയർ ചെയ്യാൻ പറ്റുമോ? I think I'll try the fish curry. Yeah, fish curry try ചെയ്യും. പരിപ്പ് പിന്നെ ഇടാം. And the prawns. രണ്ടാമത് ഓർഡറിംഗ് ആണ് കുറച്ച് ടാസ്ക് ആവുക. അത് എളുപ്പമാവും. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഫിഷ് കറി ഒഴിച്ചു. ഫിഷ് കറി ആൻഡ് പ്രോൺസ് വെക്കുന്നു. അതും ഫിഷ് കറി തന്നെ ഇട്ട് കഴിക്കാം. ചോറും ഫിഷ് കറി എങ്ങനെയുണ്ട്? ചോറും ഫിഷ് കറി മാത്രം മതി, നല്ല ടേസ്റ്റാണ്. ലെറ്റ്സ് ട്രൈ ദ പ്രോൺസ്. അത് ഡീപ്പ് ഫ്രൈ ചെയ്താന്ന് തോന്നുന്നു, കണ്ടിട്ട് തോന്നുന്നുണ്ട്. റിയലി നൈസ്. അവള് കഴിക്കണിട്ട് എനിക്ക് ഇങ്ങനെ വെള്ളം വരുന്നു. ഞാൻ ഒത്തിരി നേരം പിടിച്ച് നിൽക്കില്ല, ഞാൻ മെല്ലെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ടേസ്റ്റ് ടെസ്റ്റിംഗ് ചെയ്യാൻ നമ്മുടെ മീൻ കറി. ഞാൻ ഈ കയ്യിലും പീലൊന്നും യൂസ് ചെയ്യുന്നത്, ഞാൻ കൈ നല്ലോണം കഴുകിയിട്ട്. ഓ, ആ മീൻ കറി ഇങ്ങോട്ട് വീഴുമ്പോൾ നല്ല മണം, ഒഴിക്കുമ്പോഴേ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമ്മൾ ഫിഷ് കറി ഓൺലി ഫസ്റ്റ്. ഫിഷ് കറി എടുത്തതാ. സെയിം ടേസ്റ്റ് ആണ് പണ്ട് കഴിച്ച ആ ടേസ്റ്റ് തന്നെയാണ്, നോ ചേഞ്ച്. സെയിം. ഇത് നെയ്ച്ചോറ് പോലത്തെ ഒരു ഗീ റൈസ് പോലത്തെ റൈസ്. നമ്മുടെ തൃശ്ശൂരൊക്കെ ഉള്ളവർക്ക് അറിയാം മാങ്ങ ഇട്ടിട്ടുള്ള മീൻ കറി. അതിലാ മാങ്ങ കുറച്ച് മധുരമുള്ള മാങ്ങയും കൂടി അന്ന് വെച്ചിട്ടുണ്ടല്ലോ,
ആ ഒരു ഫീല്. Right. ചെറിയ മധുരവും അങ്ങനെ ചെറിയ പുള്ളിയും. ഈ ഗീ റൈസ് ഒത്തിരി ഗീ റൈസ് ആയിട്ടല്ല, ഒത്തിരി ഗീയുടെ ഇത് കുത്തില്ല. കിട്ടുന്നില്ല. അത് വെച്ച് തേങ്ങാപ്പാലിൽ കറി വരുമ്പോണ്ടല്ലോ സൂപ്പർ. അമ്മോ സ്വർഗം. You wanna try with the fish fry? പപ്പടത്തിന്റെ പപ്പടം ഉണ്ട് കേട്ടോ, പപ്പടം and അച്ചാർ. അച്ചാറ്. മീൻ ഇതിൽ വെക്കുക, മുള്ള് മാറ്റുക, മുള്ളേ മാറ. ചെറിയ മുള്ളുണ്ട് കേട്ടോ, ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീരുമാനമാവും. നൈസ്. ഒരു കാര്യം നന്നായി, വണ്ടി അങ്ങ് അകലെ ഇട്ടത്. ഇതൊക്കെ തിന്നിട്ട് നടന്ന് ദഹിക്കണ്ടേ. സൂപ്പർ, അടിപൊളി. You wanna try the prawns? ഒരു പ്രോൺസ് കൂടെ കുത്തി കേട്ടു. ഉള്ളിൽ കുത്തി കയറ്റാം. പ്രോൺസ് നല്ല വലിപ്പമുണ്ട് കേട്ടോ, വലിയ പ്രോൺസ് ആണ്, നല്ല സൈസ് നല്ല വലിപ്പമുള്ള പ്രോൺസ് ആണ്. ഞാൻ അങ്ങനെ പൊട്ടിച്ചു. രസല്ലേ? സ്പൈസി ഒത്തിരി ഇല്ല, ഇല്ല. മുളകിന്റെ കുത്ത് അത്ര ഇല്ല. ക്രിസ്പി ആണ്, ഔട്ടർ പോർഷൻ ക്രിസ്പി പോലെ ആയിട്ടുണ്ട്. ഉപ്പും കാര്യങ്ങളെല്ലാം പക്കാം. ഓക്കെ, നല്ല രസമുണ്ട്. മേലെ ഒരു മസാല ഇട്ടിട്ടുണ്ട്, എന്തോ ചാട്ട് മസാല ടൈപ്പ്. ചാറ്റ് മസാല പോലെ ഇട്ടിട്ടുണ്ട്. അതും കൂടി കാണുമ്പോഴല്ല, അതും കൂടി കഴിക്കുമ്പോൾ കൂട്ടി കഴിക്കുമ്പോൾ എന്താ, ഞാൻ ഫിഷ് കറിയും റൈസും ഒരു ചെറിയ കഷ്ണം പ്രോൺസും. ഇതിന് എക്സ്ട്രാ മീനില്ലെങ്കിലും കഴിക്കാട്ടോ, മീൻകറിയും ചോറും മാത്രമായാലും. ഞാൻ പറഞ്ഞ ആ കറിയും ചോറും മാത്രമായിട്ട് കഴിക്കാം. ഇതിൽ 12 ദിർഹത്തിന് കിട്ടുന്നത് ഈ ഫിഷും ഈ കോംബോ. ഈ കോംബോ 12 ദിർഹത്തിന് കിട്ടും. ഇത് നമ്മൾ സെപ്പറേറ്റ് മേടിച്ചു, ഇത് എക്സ്ട്രാ നമ്മൾ സെപ്പറേറ്റ് മേടിക്കും. ഇതിപ്പോ എത്ര ഗ്രാംസ്? 300 ഗ്രാം. 300 ഗ്രാം പ്രോൺസ് ആയത് ഇപ്പോ ആണ്. ഇനി ഞങ്ങൾ ലെറ്റ്സ് എൻജോയ് our meal. യെസ് ഗായ്സ്, ക്ഷീണായി. അശോകന് ക്ഷീണാവാം. ഇതാണ് നമ്മുടെ ബുഖാത്തിർ റെസ്റ്റോറൻ്റ്. ഒരു സൈഡ് വ്യൂ, അത് ഫ്രണ്ട് വ്യൂ. എന്ത് വയ്യാതെ ചെയ്യാ. അതെ, ഇതാണ് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ, കണ്ട. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് നടത്താണ്. നമ്മൾ വന്ന അതേ വഴി കണ്ടോ, അതേ വഴി. ജോഗിങ് ട്രാക്ക്. ജോഗ് ചെയ്യാനുള്ളൊരു സ്റ്റാമിന ഇല്ല, പക്ഷേ സത്യം പറഞ്ഞ നീ പറഞ്ഞ പോലെ കിടന്നുറങ്ങാനുള്ള മൂഡായിട്ടാ. എത്ര മേഖഞ്ഞ് വീടെത്തിയാൽ മതി. സത്യം. ഫുഡ് ഈസ് നൈസ്, യമ്മി. വിശന്ന് വന്ന് കഴിക്കാൻ ചിലപ്പോ ഇതിനേക്കാളും കൂടുതൽ കഴിക്കും. ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ റൈസ് മേടിച്ച് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മൾ ഒരെണ്ണം, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ഇങ്ങനെ ആസ് യൂഷ്വൽ അടിച്ചു മാറ്റി കഴിച്ച് വയറ് ഫുള്ളായി. അങ്ങനെ നല്ലൊരു ഫുഡായിരുന്നു, നല്ലൊരു ലഞ്ച് കഴിച്ചു. ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. ഫ്രൈ ആണ് കേട്ടോ, ഫിഷും പ്രോൺസും. ദാറ്റ്സ് ദി മെയിൻ തിങ്. ഫ്രൈഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചോളൂ. ചുട്ടത് പൊള്ളിച്ചത് ഗ്രിൽഡ് ഉണ്ട്, അവർക്ക് 2 ടൈപ്പ് ഓഫ് ഗ്രിൽഡ് ഉണ്ട് ഫിഷ്. എന്തായാലും അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ ബുർജ് അറാബ് ലക്ഷ്യമിട്ടുകൊണ്ട് അങ്ങനെ നേരെ ഫ്രണ്ടിൽ കാണുന്ന ബുർജ് അറാബ് അത് ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അതിൻ്റെ സൈഡിൽ എവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇനി ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. ബുഖാത്തിർ വീഡിയോ നമ്മളിപ്പോൾ ഇതോടുകൂടെ മെല്ലെ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. So guys, see you next time. Thanks for watching. Bye.